നീ എന്താടി നട്ടപ്പാതിരക്ക് വാതിലും തുറന്ന് പുറത്തോട്ട് പോയിക്കട്? ഉമ്മച്ചിയല്ലേ ടാങ്കിൽ വെള്ളമില്ല പറഞ്ഞിട്ട് മേലേക്ക് കൊണ്ടുപോയത്. ഞാനോ? ഈ നട്ടപ്പാതിരക്കോ? നീ എന്താ പെണ്ണ സ്വപ്നം കാണുകയാണോ? അപ്പൊ ഞാനാല കണ്ടത് ഉമ്മച്ചിയെ. രാത്രി ഫോണും കണ്ട് കിടന്നാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. വാ കിടക്കാന്. നടക്കാൻ കണ്ട് ഉറങ്ങണീന്റെ പിന്നെ പ്രാർത്ഥിക്കാതെ കിടന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പോലല്ലേ അവൻ കിടന്ന് ഉറങ്ങണ അവിടെ. ഇവനിത് ഇവിടെ പോയി. എമിനെ, എടാ എമിമോനെ. ചെക്ക പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ആ അത് നിന്റെ ഇഷത്താത്ത സ്വപ്നം കണ്ടിട്ട് എണീറ്റ് നടന്നതാ. എന്നാ വരി നമുക്ക് കെടുക്കാം. ആ ഞാനത് മറന്നു. നീ പോയി കൊടുത്തിട്ട് വാ. ചെല്ല്. റെഡ് കളറായി ഫിഷ്. ഫിഷ് റെഡ് കളറായി. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? റെഡ് കളറാ? ഇങ്ങോട്ട് വന്നോക്ക്. ഓ എനിക്ക് നാളെ സ്കൂളിൽ പോവാനുള്ളതാണ്. റെഡ് കളറ്. ഇത് റെഡ് കളറാ? എടാ ഇത് ബ്ലൂ കളറല്ലേ? സത്യമായിട്ട് റെഡ് കളറായിരുന്നു. ഇപ്പൊ എനിക്ക് എന്ത് കളറായിട്ടാ തോന്നണ്? ബ്ലൂ കളറ്. ഇപ്പൊ എന്റെ പ്രശ്നം തീർന്നല്ലോ. മനുഷ്യന്റെ ഉറക്കം കെടുത്താനായിട്ട് ഒരുത്തിക്ക് അവിടെ ടെറസിന്റെ മുകളില്, മറ്റൊരുത്തന് ഇവിടെ റെഡും ബ്ലൂവും. ഞാൻ കള്ളം പറഞ്ഞല്ലേ, ഞാൻ സത്യം പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ ഫോൺ ഉപയോഗം കൂടിയുള്ള പ്രശ്നങ്ങള്? വാ പോവാ. പോയാ? മച്ചി രാവിലെ പോയി. നീ അറിഞ്ഞോ ഇന്നലെ ഉണ്ടായത്? ഫിഷിന്റെ കളർ റെഡ് ആയിട്ടല്ലേ? ഫിഷിന്റെ കളർ റെഡാ? നീ എന്താ പറയണു? ഇന്നലെ രാത്രി ഫിഷിന്റെ കളർ റെഡ് ആയിരുന്നു. റെഡോ ബ്ലൂ കളറല്ലേ? റെഡോ ബ്ലൂ കളറല്ലേ? മെച്ചി വന്നപ്പോ ബ്ലൂ കളറായി. നീ വല്ല സ്വപ്നം കണ്ടതാവും. സത്യാണ് ഇഷത്താത്ത. ഇന്നലെ വേറെ ഒരു കാര്യം ഉണ്ടായടാ. എന്ത് കാര്യം? ഉമ്മച്ചി ഇന്നലെ രാത്രി ഞാൻ ടെറസിന്റെ മുകളിൽ കൊണ്ടുപോയി. എന്തിന്? ടാങ്കിൽ വെള്ളം നോക്കാൻ കൊണ്ടുപോയതാ. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഉമ്മച്ചിനെ കാണാനില്ല. ഉമ്മച്ചി വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നടാ. അതെന്തിനാ? എനിക്കറിയില്ലടാ, ഞാൻ ആരോ ടെറസിന്റെ മുകളിൽ കൊണ്ടുപോയതെന്ന്. ഇതേപോലെ തന്നെ നിന്റെ ഫിഷും റെഡ് ആയിരുന്നു. അപ്പൊ ഈ വീട്ടിൽ ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയൽമാൻ ചട്ടിയിലായി. ഇഷമോളെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താ ഉമ്മച്ചിയെ? എനിക്ക് നല്ല തലവേദന അടി. ഞാൻ ആ കിച്ചണിൽ കുറച്ച് പയർ വെച്ചിട്ടുണ്ട്, നീ ഒന്ന് അരിഞ്ഞു വെക്കുവോ? അതാണോ? ഉമ്മച്ചി റെസ്റ്റ് എടുത്തോ, ഞാൻ ചെയ്തോളാം. ഉമ്മച്ചി ഇത് മുഴുവൻ അരിയണോ? ഓക്കെ. ഇഷത്താത്ത ഇവിടെ എന്ത് ചെയ്യാണ്? ഞാൻ പയർ അരിയാടാ. എന്താണ് ഉറക്കൊന്നില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞ കേക്കോ? എന്താണ് അവ അടുത്ത വള്ളി? നമുക്ക് അന്നത്തെ റൂമിൽ പോയേക്കാ. ഏത് റൂമില്? നമുക്ക് ചട്ടി കിട്ടിയ റൂമിൽ. ഇപ്പോഴോ? ഈ രാത്രിയിലോ? നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. എന്തിനാടാ ഈ രാത്രിയിൽ അങ്ങോട്ടേക്ക് പോണ്? ഒരു ചട്ടിയും കൂടി കിട്ടുമോ നോക്കാനാ. ചട്ടിയാ? നമുക്ക് അന്ന് മണ്ണിട്ട് ചട്ടി കിട്ടിയില്ലേ? അപ്പൊ കിട്ടിയിട്ട് എന്തിനാ? നീ സ്പാർമണ്ണും കൂടി ഒരു ചട്ടി വേണം. ഈ രാത്രിയില, നാളെ നോക്കാം. വാശത്താത്ത പ്ലീസ്. ഞാൻ ഇതെടുത്ത് വെച്ചിട്ട് വരാം. ഇഷമോളെ ഇതുവരെ തീർന്നില്ലേ? ഇത് നോക്ക്, സമയം 1 മണി കഴിഞ്ഞു. വാ ഉറങ്ങാന്. ഞങ്ങൾ ആ പഴയ പൂട്ടിയിട്ട റൂമിലൊന്ന് പോയിട്ട് വരാം. ഞങ്ങളോ? ആ ഞാനും എമ്മിമോനും. എന്നിട്ട് എമ്മിമോൻ എവിടെ? ഉമ്മച്ചിക്ക് എന്താ കണ്ണാണ്ടോടെ? ഇതാ ബാക്കിലിരിക്കണേ. പൊന്നുമോളൊന്ന് ബാക്കിക്ക് തിരിഞ്ഞേ. ഇവൻ ഇത്ര നേരം ഇവിടെ ഉണ്ടേന്ന് ഉമ്മച്ചിയെ. നിനക്കൊക്കെ എന്താടി പറ്റിയേ? അവൻ കുറെ നേരമായിട്ട് അവിടെ ടേബിളിൽ ഇരുന്ന് കളിക്കുകയാണല്ലോ. അല്ല അമ്മച്ചി, അവൻ ഇത്ര നേരം എന്റെ കൂടെ ഉണ്ടേന്ന്. നീയേ ഒന്ന് ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ട് നോക്ക്, ആരാ അവിടെ കളിക്കണെന്ന്. ഇപ്പൊ കണ്ടല്ലോ, അവൻ കുറെ നേരമായിട്ട് അവിടെ കളിക്കുകയായിരുന്നു. നമ്മച്ചി വീട്ടിന് എന്തോ കുഴപ്പേ ഈ വീട്ടിനല്ല, നിന്റെ തലക്കാണ്. അയ്യോ പാവം പരിമൻ.
ഹെമി മോനെ മതി മതി വാ ഉറങ്ങാ. ഉമ്മച്ചിയെ ചായ ആയാ? ആ അവിടെ ഇരുന്നപ്പോ കൊണ്ടുവരാ. ഇന്നത് കഴിച്ചോ, എനിക്കിപ്പോ തന്നെ ലേറ്റായി. ഇന്നും ചപ്പാത്തി. നീ ഇന്നലെ എന്തൊക്കെയാടി വിളിച്ചു പറഞ്ഞത്, അല്ല ഓർമ്മയുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ല, ഹേമിന് ഇവിടെ ഇരുന്നിട്ട് എന്നോട് സംസാരിച്ച്. ഞാനൊന്നും പറയണില്ലേ. ഉമ്മച്ചി ഞാൻ TV കണ്ട് കഴിച്ചോളെ. വേണ്ട, ഇവിടെ ഇന്ന് കഴിച്ചാ മതി പ്ലീസ് ഉമ്മച്ചിയെ. ഒന്നുകിൽ TV അല്ലെങ്കിൽ ഫോണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഹലോ ഉമ്മച്ചിയെ. ഹലോ ഉമ്മച്ചിയെ. എന്താണ്? ഉമ്മച്ചി ഒന്ന് ഇങ്ങോട്ടേക്ക് വന്ന്, നമ്മൾ TV പൊട്ടിക്കണ്. പഠിച്ചോനെ, എന്റെ പുതിയ TV. വാ ഉമ്മച്ചിയെ, നോക്കുമ്മച്ചിയെ. നല്ല ജീവൻ അങ്ങോട്ട് കളഞ്ഞ് ആളെ പൊട്ടനാക്കിട്ട് ഇന്ന് ചിരിക്കുക. സത്യമായിട്ട് TV പൊട്ടിയതാ അമ്മച്ചി. ഞാൻ ഇനി നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാ? ഈ കള്ളം പറയുന്ന അത്ര നല്ല സ്വഭാവമല്ല ടേഷ. ഞാനേ പോയി വന്നിട്ട് നിനക്കുള്ളത് തരാം. എമ്മിക്കുട്ടാ, ഇത് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ മഴ പെയ്യ. ഹെമിനൊന്ന് നീങ്ങിയിരുന്നടാ. എന്താണ്? അമ്മച്ചി സത്യമായിട്ട് ഈ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്. എന്താണ് ഇത്ര വലിയ പ്രശ്നമോ? അമ്മച്ചിനോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനറിയില്ല. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എൻ്റെ പൊന്നിഷ, ഇതൊക്കെ നിന്റെ മനസ്സിന്റെ തോന്നലാണ്. എനിക്ക് പറ്റിയൊരു മണ്ടത്തരം നിന്നോട് ആ കഥകളൊക്കെ പറഞ്ഞതാണ്. അല്ല അമ്മച്ചി, ഇതൊക്കെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത കാര്യങ്ങളോ. നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കും കൂടി ഒന്ന് ഫീൽ ചെയ്യട്ടെ, അന്ന് നമുക്ക് തീരുമാനിക്കാം. വാ ഉറങ്ങാൻ വാ. ഹെമിക്കുട്ടാ, ഹെമിക്കുട്ടാ, എന്തൊരു ഒഴുക്കാണിത്. ഒന്ന് എഴുന്നേറ്റേ. ഹെമിക്കുട്ടന് ചട്ടി എടുക്കാൻ പോകണ്ടേ? എഴുന്നേറ്റ് വാ മോനെ. ഇപ്പൊ ആ റൂമിൽ ആരുമില്ല. നമുക്ക് ആരും അറിയാതെ വേഗം പോയി എടുത്തിട്ട് വരാ. ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ വായോ കേട്ടോ. ഈ ലോക്കം ഞാൻ തുറക്കും. ബാക്കിലത്തെ ഷെൽഫിലെ താക്കോലുണ്ട്. ഹായ്, ലോക്ക് തുറന്ന്. ഇനി നമ്മളെ റൂമിന്റെ അടുത്തേക്ക് വേഗം വാ. എമിക്കുട്ട വേഗം തുറക്ക്. എമിക്കുട്ട, നീ ഇവിടെ എന്തെടുക്കാടാ? ചട്ടി എടുക്കാന്നാ മച്ചിയാ. ഓൻ്റെ ഒരു ചട്ടി. വാ നടക്കങ്ങട്ട്. പഠിച്ചോനെ, നല്ല പനിക്കുണ്ടല്ലോ. എന്താ മച്ചേ? എടി എമ്മിമോൻക്ക് നല്ല പനിയുണ്ട്. നല്ല പനിയുണ്ടല്ലോ. എടി നീ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായത് എന്തെങ്കിലും അറിഞ്ഞോ? എന്താ ഉണ്ടായി? ഇവൻ ഇന്നലെ പാതിരാത്രി ആ റൂമിക്ക് ചട്ടി എടുക്കാൻ പോയിക്കണ്, അതും ഒറ്റക്ക്. ഏതാ, പുറത്തത്തെ റൂമിക്കോ? ആ, അതും ആ ഡോറൊക്കെ തുറന്ന് ഓൻ ഒറ്റക്കാണ് അങ്ങോട്ട് പോയിക്കണ്. അതിപ്പോ എന്തിനാ? ഓനെന്തോ ഒരു ചട്ടി എടുക്കാണ്ട് തന്നിട്ടാ പോയത്. ചട്ടിയാ? ആ, ഞാൻ കിച്ചണിൽ പയറയുമ്പോ മെച്ചിനോട് ഞാൻ പറഞ്ഞില്ല അവൻ അവിടെ ഉണ്ടായിരുന്നു. അത് നീ വിട്ടേക്ക്, അന്ന് അവൻ എന്റെ കൂടെ ആയിരുന്നു. അല്ല മെച്ചി, അന്നും അവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ചട്ടി എടുക്കാൻ പോവാന്നാ പറഞ്ഞേ. നിങ്ങളൊരു റൂമും ചട്ടിയും. ഞാൻ മെച്ചിനോട് പറഞ്ഞില്ല ഈ വീടിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനൊന്നുമില്ല. ഞാൻ ഒറ്റക്കല്ലായിരുന്നു, ഇഷുതാട്ടുണ്ടായില്ല എന്റെ കൂടെ. ഞാൻ ഒറ്റക്കല്ലായിരുന്നു, ഇഷുതാട്ടുണ്ടായില്ല എന്റെ കൂടെ. ഞാനാ? അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ല എനിക്ക് മാത്രമല്ല പ്രശ്നം, ഓൻക്കുണ്ടെന്ന്. എനിക്കൊന്നും മനസ്സിലാവണേ, ഈ വീടിനാണോ നിങ്ങൾക്കാണോ പ്രശ്നം എന്ന്. നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ വിശ്വസിച്ചോളൂ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഈ പിള്ളേർക്ക് എന്നാലും ഇതെന്താ പറ്റിയേ?
ഞാൻ അന്ന് ആ കഥ പറഞ്ഞന്ന് മുതൽ തുടങ്ങിയതാണ് ഇഷമോൾക്ക്. വേണ്ടില്ലായിരുന്നു. വെള്ളം തീർന്നല്ലോ. ഇഷമോളെ ഒന്നും കൂടെ വന്നേ. എന്താ അമ്മച്ചിയെ? നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. അമ്മച്ചിന്റെ അടുത്തല്ലേ ഫിൽറ്റർ ഇരിക്കണേ, നിങ്ങൾക്ക് അതിന് എടുത്താ പോരെ? ആ സോറി, ഞാനത് ഓർത്തില്ല. ഞാൻ എടുത്തോളാം. നാളെ സ്കൂൾ ഓർക്കല്ലേ അമ്മച്ചി, ഞാൻ ചട്ട ഇട്ടോണ്ടിരിക്കുന്നു. ആ ശരി, നീ പോയിക്കോ, ഞാൻ എടുത്തോളാം. ആ പറയുന്ന പോലെ ഇപ്പൊ നാളെ സ്കൂളും തുറക്കാനായല്ലോ അല്ലേ. ഇതെന്ത് പച്ച കളർ വെള്ളോ? പ്യൂരിഫയർത്തെ വെള്ളത്തിന് എന്ത് പച്ച കളറ്? ഇഷ, ഇടി ഇഷ, ഇതെന്ത് പച്ച കളർ വെള്ളോ? പ്യൂരിഫയർത്തെ വെള്ളത്തിന് എന്ത് പച്ച കളറ്? ഇഷ, ഇടി ഇഷ, ഇഷ, ഇത് നോക്കടി, പച്ച വെള്ളം. ആ അത് പച്ചവെള്ളം തന്നെ ആണല്ലോ. അല്ലടി, പച്ച കളറ് നിങ്ങൾക്കത് പച്ച കളറായി തോന്നിയില്ലേ? ഇവിടെ എത്തിയപ്പോൾ സാധാരണ വെള്ളമായില്ലേ? ആ അതെടി. എന്നാ അതന്നെയാണ് ഈ വീട്ടിലത്തെ പ്രശ്നം. നീ ഒന്ന് പോയ മണ്ടത്തരം പറയാതെ, എനിക്ക് തോന്നിയതായിരിക്കും. ഇമ്മച്ചിയെ, ഇമ്മച്ചിയെ. ഇമ്മച്ചി ഇത് ഞാനാണ്. എന്തായിരുന്നു മനുഷ്യനെ പേടിപ്പിക്കണ്? ഇമ്മച്ചി കൊറേ നേരമായിട്ട് വണ്ടിന്റെ ലൈറ്റ് കത്തുണ്ട്. വണ്ടിന്റെ ലൈറ്റോ? നീ ആ ലൈറ്റ് ഒന്നിട്ടെ. അതിന് കറണ്ട് ചെയ്യാം അമ്മച്ചിയെ. ഓ, കറണ്ട് പോവാൻ കണ്ട സമയം. പറഞ്ഞ പോലെ വണ്ടിന്റെ ലൈറ്റ് ആണല്ലോ കത്തുന്നത്. ഇത് ഞാൻ ഓഫ് ചെയ്താണല്ലോ. ഞാനില്ല, അമ്മച്ചി പോയിട്ട് വാ. നീ ഒന്നും മിണ്ടാതെ വന്നേ. എന്നാലും ഇത് ഞാൻ ഓഫ് ആക്കിയതായിരുന്നല്ലോ.